സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയതു മുതൽ തുടങ്ങിയതാണ് വിവാദങ്ങളും. കഴിഞ്ഞ ചലച്ചിത്രമേളയിലെ തുടങ്ങി അസ്വാരസ്യങ്ങൾ. ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയുടെ ആദ്യ പ്രദർശനത്തിൽ ടിക്കറ്റ് എടുത്തിട്ടും സീറ്റ് കിട്ടിയില്ല എന്നാരോപിച്ച് ഡെലിഗേറ്റുകൾ രംഗത്തെത്തി. അനധികൃതമായി ആളുകളെ തിരികെ കയറ്റി സീറ്റുകൾ തീർത്തു എന്നായിരുന്നു അവരുടെ ആരോപണം. പുച്ഛത്തോടെയായിരുന്നു രഞ്ജിത്തിൻ്റെ മറുപടി. മമ്മൂട്ടി അഭിനയിച്ച സിനിമ തിയേറ്ററുകളിൽ വരും, അപ്പോൾ എത്ര പേർ കാണാനുണ്ടാകുമെന്ന് നമുക്ക് നോക്കാം. ഇതിനെ തുടർന്ന് മേളയുടെ സമാപന സമ്മേളനത്തിൽ വലിയ കൂവലോടെയാണ് ജനം രഞ്ജിത്തിനെ നേരിട്ടത്. ഇതെല്ലാം കഴിഞ്ഞ് ഒരു ചാനൽ അഭിമുഖത്തിൽ തന്നെ കൂവിയവരെ നായ്ക്കളോട് ഉപമിച്ചു രഞ്ജിത്ത്. ഇത്തവണത്തെ സംസ്ഥാന അവാർഡ് നിർണയത്തിൽ രഞ്ജിത്തിനെ തേടി വീണ്ടുമെത്തി വിവാദം. അവാർഡ് നിർണയത്തിൽ രഞ്ജിത്ത് ഇടപെട്ടെന്നായിരുന്നു ആരോപണം. ജൂറി അംഗമായിരുന്ന നേമം പുഷ്പരാജിൻ്റെ ശബ്ദ സന്ദേശവുമായി സംവിധായകൻ വിനയനാണ് കൊടിപിടിച്ച് രംഗത്തെത്തിയത്. വിനയൻ സംവിധാനം ചെയ്ത 19-ാം നൂറ്റാണ്ട് ചവറ് പടമാണ് പുരസ്കാര നിർണയത്തിൽ നിന്ന് ഒഴിവാക്കണം എന്ന് രഞ്ജിത്ത് ആവശ്യപ്പെട്ടതായി നേമം പുഷ്പരാജ് വ്യക്തമായി പറയുന്നുണ്ട്. ഒത്തുകളിച്ച് ഇഷ്ടക്കാർക്ക് പുരസ്കാരം നൽകിയതിനു ശേഷം ജൂറി അംഗം തന്നെ ഇങ്ങനെ പറയാമോ എന്നത് മറ്റൊരു കാര്യം. വാദിയും പ്രതിയും സാക്ഷിയും എല്ലാം ഇടതു സഹയാത്രികർ, ആരെയും തള്ളാനും കൊള്ളാനുമാകാതെ സർക്കാർ. ഒടുവിൽ രഞ്ജിത്ത് ഇതിഹാസ സംവിധായകനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി വകുപ്പ് മന്ത്രി. അല്ല, സ്വന്തം തടി രക്ഷപ്പെടുത്തി വകുപ്പ് മന്ത്രി. 2023 ചലച്ചിത്രമേള കൊടിയിറങ്ങിയപ്പോൾ മേളയുടെ മഹത്വമോ പ്രദർശിപ്പിച്ച ചിത്രങ്ങളോ അല്ല സിനിമാ ലോകം ചർച്ച ചെയ്തത്. വാർത്തകളിൽ നിറഞ്ഞത് ചലച്ചിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്തായിരുന്നു. അദ്ദേഹം ഉയർത്തിയ വിവാദങ്ങളും. സംവിധായകൻ ഡോക്ടർ ബിജുവിനെയും നടൻ ഭീമൻ രഘുവിനെയും പേരെടുത്ത് പറഞ്ഞ് അവഹേളിച്ചു അദ്ദേഹം. ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പരാമർശം. ബിജുവിൻ്റെ അദൃശ്യജാലകങ്ങൾ എന്ന സിനിമയ്ക്ക് ആളു കയറുന്നില്ലെന്നും സ്വന്തം പ്രസക്തി എന്തെന്ന് ബിജു ആലോചിക്കണമെന്നും വെച്ചങ്ങു കാച്ചി രഞ്ജിത്ത്. ബിജുവുണ്ടോ വെറുതെ വിടുന്നു? ബിജു തിരിച്ചടിച്ചു. കേരളത്തിനും ഇന്ത്യയ്ക്കും അപ്പുറം ചലച്ചിത്രമേളകൾ കണ്ടിട്ടില്ലാത്തവനാണ് രഞ്ജിത്ത്. മാടമ്പിത്തരം കയ്യിൽ വെച്ചാൽ മതി. രഞ്ജിത്തിനെ മാടമ്പി എന്ന് വിളിക്കുക മാത്രമല്ല ഡോക്ടർ ബിജു ചെയ്തത്. ചലച്ചിത്ര വികസന കോർപ്പറേഷനിലെ അംഗത്വം രാജിവെക്കുകയും ചെയ്തു. ഭീമൻ രഘുവിനെ കോമാളിയെന്നും മണ്ടനെന്നുമാണ് രഞ്ജിത്ത് വിശേഷിപ്പിച്ചത്. തമാശ പറഞ്ഞാൽ അത് തമാശയാണെന്ന് മനസ്സിലാക്കാൻ പോലുമുള്ള ബുദ്ധിയില്ലാത്തവൻ. ഭീമൻ രഘു മുഖ്യമന്ത്രിയുടെ പ്രസംഗം എഴുന്നേറ്റ് നിന്ന് കേട്ടതിനെക്കുറിച്ച് രഞ്ജിത്തിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. 15 മിനിറ്റ് സംസാരിച്ചപ്പോഴും ഭീമൻ രഘു എഴുന്നേറ്റ് നിന്ന ഭാഗത്തേക്ക് പോലും നോക്കിയില്ല മുഖ്യമന്ത്രി. സത്യത്തിൽ എനിക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനം കൂടിപ്പോകുന്നതും അതുകൊണ്ടാണ്. രഘു അവിടെ ഇരിക്കൂ എന്ന് ഇദ്ദേഹം പറഞ്ഞാൽ അവൻ ആളായേനെ. അങ്ങനെ അദ്ദേഹം ആരെയും ആളാക്കിയില്ല. സിനിമയിലെ ഒരു കോമാളിയാണ് രഘു. മസിലുണ്ടെന്നേ ഉള്ളൂ. ഞങ്ങൾ എത്ര കാലമായി കളിയാക്കി കൊല്ലുന്ന ഒരാളാണ്. എന്തായാലും രഞ്ജിത്തിൻ്റെ തന്തയ്ക്ക് വിളിച്ചില്ല ഭീമൻ രഘു. രഞ്ജിത്ത് മിടുമിടുക്കനാണ് എന്ന പ്രസ്താവനയിൽ അദ്ദേഹം പ്രതികരണം ഒതുക്കി. കൂടുതൽ പറഞ്ഞാൽ തന്നെ കൊലപാതകി കൂടി ആക്കിയാലോ എന്ന് ഭയന്നാവൂ. അതേ അഭിമുഖത്തിൽ തന്നെ മറ്റൊരു വിവാദത്തിനും തിരികൊളുത്തി രഞ്ജിത്ത്. മലയാളത്തിലെ ക്ലാസിക് സിനിമകളിൽ ഒന്നായ തൂവാനത്തുമ്പികളിലെ ഭാഷയായിരുന്നു രഞ്ജിത്തിനെ വിഷമിപ്പിച്ചത്. എല്ലാവരും മികച്ചതെന്ന് പറയുന്ന തൂവാനത്തുമ്പികളിൽ മോഹൻലാൽ തൃശ്ശൂർ ഭാഷ പറഞ്ഞിരിക്കുന്നത് വളരെ ബോറാണ്. അദ്ദേഹം അതിൽ ഭാഷ അനുകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പപ്പേട്ടനോ മോഹൻലാലോ അത് നന്നാക്കാൻ ശ്രമിച്ചില്ല. ഇതായിരുന്നു രഞ്ജിത്തിൻ്റെ വിമർശനം. ഇതിന് മറുപടിയായി പത്മരാജൻ്റെ മകൻ തന്നെ രംഗത്ത് വന്നു. ലാൽ ഫാൻസിൻ്റെ വക പൊങ്കാല വേറെയും. രഞ്ജിത്തിനെതിരെ അക്കാദമി അംഗങ്ങൾ തന്നെ പടപ്പുറപ്പാട് തുടങ്ങി. രഞ്ജിത്ത് ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നു, ഭരണസമിതി അംഗങ്ങളെ വിശ്വാസത്തിലെടുക്കില്ല എന്നൊക്കെയാണ് അവരുടെ ആക്ഷേപം. ഭരണസമിതി അംഗം കുക്കു പരമേശ്വരനെ രഞ്ജിത്ത് പരസ്യമായി ശാസിച്ചതും ഈ നീക്കത്തിന് കാരണമായി. രഞ്ജിത്തിനെ ചെയർമാൻ സ്ഥാനത്തു നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് അവർ സമാന്തര യോഗം ചേർന്നു. സർക്കാരിന് കത്ത് നൽകി. 15 അംഗങ്ങളിൽ 9 പേരും യോഗത്തിലുണ്ടായിരുന്നു. താൻ ഈ സ്ഥാനത്തിന് യോഗ്യനാണോ എന്ന് സാംസ്കാരിക മന്ത്രിയും സർക്കാരും പറയട്ടെ എന്ന നിലപാടിലാണ് രഞ്ജിത്ത്. സർക്കാർ പറഞ്ഞാൽ ആ നിമിഷം താൻ
സ്ഥാനമൊഴിയും. ഏതായാലും നേരിട്ട് കണ്ട് വിശദീകരണം നൽകാൻ സിനിമാ സാംസ്കാരിക വകുപ്പ് മന്ത്രി രഞ്ജിത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തവണയും രഞ്ജിത്തിന്റെ രക്ഷയ്ക്കെത്തുമോ സാംസ്കാരിക വകുപ്പ് എന്ന് ഉറ്റുനോക്കുകയാണ് ഇടതുവശം ചേർന്ന് നടക്കുന്ന സാംസ്കാരിക പ്രവർത്തകർ. കാരണം CPM നേതൃത്വവുമായി രഞ്ജിത്തിന് അടുത്ത ബന്ധമാണുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നിന്ന് രഞ്ജിത്ത് മത്സരിക്കുമെന്ന രീതിയിൽ വാർത്തകൾ വന്നിരുന്നു. പ്രദീപ് കുമാർ MLA സിറ്റിംഗ് സീറ്റായിരുന്നു രഞ്ജിത്തിനു വേണ്ടി കണ്ടുവച്ചിരുന്നത്. പാർട്ടിക്കുള്ളിലെ ചില അസ്വാരസ്യങ്ങളെ തുടർന്ന് അന്നത് നടക്കാതെ പോയി. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ടെ CPM സ്ഥാനാർത്ഥിയാവും രഞ്ജിത്തെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിനുവേണ്ടിയാകാം താനൊരു SFA കാരനാണ് എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു നടക്കുന്നത്. ഏതായാലും നവകേരള യാത്ര കഴിഞ്ഞ് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും എത്താൻ കാത്തിരിക്കുകയാണ് ചലച്ചിത്ര അക്കാദമിയും ഇടത് സാംസ്കാരിക പ്രവർത്തകരും. മുഖ്യമന്ത്രി രഞ്ജിത്തിനെ തള്ളുമോ അതോ കൊള്ളുമോ? കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ MalayaliNewsLive.com സബ്സ്ക്രൈബ് ചെയ്യുക.